പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. നമ്മൾ ഇന്ന് ബോണസ് ഓഹരി വരുന്ന കുറച്ച് കമ്പനികളുടെയും സ്പ്ലിറ്റുള്ള കമ്പനികളുടെയുമാണ് ലിസ്റ്റ് തരുന്നത്. അതുപോലെ തന്നെ ബൈബാക്ക്, ഓഹരി മടക്കി വാങ്ങൽ, ഇവയെക്കുറിച്ച് ചില വിവരങ്ങൾ കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ആദ്യം VST ഇൻഡസ്ട്രീസ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ് 1127 രൂപയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വില. 1:1 ആണ് നൽകുന്ന ബോണസ്. 6 സെപ്റ്റംബറാണ് ഡേറ്റ്. റൈറ്റ്സിന് 655 രൂപ വിലയാണ്. 1:1 ആണ്, സ്പ്ലിറ്റാണ്. 20 സെപ്റ്റംബറിൽ ഡേറ്റ്. PVV ഇൻഫ്ര 17 രൂപ വിലയാണ്. 1:1 ആണ്. 20 ഓഗസ്റ്റ്. മണി മാറ്റേഴ്സ് 176 രൂപ വില. 10:1 ആണ്. 22 ഓഗസ്റ്റാണ് വരുന്നത്. ആദ്യ വിഷൻ 475 ആണ്. 10:1 ആണ്. 22 ഓഗസ്റ്റാണ് ഡേറ്റ്. CDSL 2788, 1:1, 23 ഓഗസ്റ്റാണ്. മന്ത്ര ഗാർമെൻറ്റ്സ് 5.47 1:1 ആണ്. 30 ഓഗസ്റ്റാണ് ഡേറ്റ്. ജോഷ് എഞ്ചിനീയറിംഗ് 2282, 5:1 സ്പ്ലിറ്റാണ്, വരുന്നതേ ഉള്ളൂ, ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. മൻടെക് 399 രൂപയാണ്. 1:4 ആണ്, സ്പ്ലിറ്റും ബോണസും വരുന്നുണ്ട്. 5:1 വരുന്നതേ ഉള്ളൂ, ഡേറ്റ്. സോലാക്സ് എനർജി 1763 ആണ്. 1:4 ആണ്, ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. പോണ്ടി ഓക്സൈഡ് നല്ല കഴിഞ്ഞ പ്രാവശ്യം ബോണസ് തന്നാണ്, ഇപ്പോൾ സ്പ്ലിറ്റാണ്. ബോണസ് വന്നു കഴിഞ്ഞിട്ട് നല്ലപോലെ വിലവർധന വന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ കുറച്ച് നമുക്ക് കൂടുതൽ പിടിച്ചിട്ട് അതിൻ്റെ സ്പ്ലിറ്റ് ഡേറ്റൊക്കെ വരുമ്പോഴത്തേനും എടുത്തിട്ട് നല്ലതാണ്. വരണ ബീവറേജ് VB ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വ്യവസായത്തിലുള്ള ഒരു നല്ല കമ്പനിയാണ്. കഴിഞ്ഞ വർഷം 1:1 ബോണസ് തന്നിരുന്നു. ആ ബോണസ് നമ്മൾ അത് 1000 രൂപ 1200 രൂപയ്ക്കൊക്കെ കിട്ടി. അത് ബോണസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില കൂടി 1650, 1200 വരെ വന്നു. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്ത് 2 ആവുകയും ചെയ്തു. 3400 രൂപ, 1000 രൂപ മുടക്കിയത് 1200 രൂപ വന്നപ്പോൾ 2 കയ്യിലിരിക്കുകയാണെങ്കിൽ 3400 രൂപ വരെ കയറി. പിന്നെ അത് കുറച്ച് താണ് 1400, 1300 ആയിട്ട് നിൽക്കുന്നു. അത് സ്പ്ലിറ്റ് വരുന്നുണ്ട്. 1350 ഡേ ട്രേഡ്. ഞാനത് ഓരോ ദിവസവും 100 വേരിയേഷൻ വില വർധനവ് വരുന്നതാണ്. കുറയുകയും ചെയ്യും. കുറയുമ്പം എടുത്തിടും, വരുമ്പം കൂടുമ്പം വിൽക്കും. അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് ആ ഷെയർ ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്നത്. സ്പാർക്കിങ് 41 രൂപ വിലയാണ്. 1:1 ആണ്. 21 ഓഗസ്റ്റാണ് വരുന്നത്. NDR ഓട്ടോ സ്പ്ലിറ്റ് വരുന്നുണ്ട്, ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. IFL എൻ്റർപ്രൈസ് 1 പൈസ വിലയാണ്. അത് 150 ഓഹരി കിട്ടും, വരുന്നതേ ഉള്ളൂ. അത് തീർത്ത് പെനിയായിട്ട് സ്റ്റോക്കായിട്ട് മാറുകയും ചെയ്യും. അത് കഴിഞ്ഞൊരു ഭാഗ്യപരീക്ഷണമാണ്. പിന്നെ മുടക്കം അത്രയേ വരുന്നുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഫോണിക്സ് മില്ല് 718 രൂപ വിലയാണ്. 1:1 ആണ്, വരുന്നതേ ഉള്ളൂ. ജാസ് എനർജി 438 രൂപ വിലയാണ്. 1:4 ആണ്, വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഓഹരി മടക്കി വാങ്ങൽ. എപ്പോഴാണ് ഓഹരി മടക്കി വാങ്ങാൻ കമ്പനി തീരുമാനിക്കുന്നതെന്നുള്ളതാണ്. അത് അവർക്ക് തോന്നുന്ന ഞങ്ങളുടെ മൂലധനം വിപണി വിലയ്ക്ക് ഇത് പോരാ, ഞങ്ങൾക്ക് മൂലധനത്തിന് എണ്ണം കൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡില്ല, വിപണിയിൽ മൂല്യം പോരാ എന്ന് പറഞ്ഞു കഴിയുമ്പം കമ്പനി മാനേജ്മെൻറ്റ് തീരുമാനിക്കുകയാണ് ബൈബാക്ക്, എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് അവർ തിരിച്ചു എടുത്തു കഴിഞ്ഞാൽ ഇത്ര ശതമാനം, ഒരാളുടെ 10-ൽ 2 3 ഒക്കെ ആയിട്ട് വില കൂടിയ വിലയ്ക്ക് അവർ മടക്കി വാങ്ങും. മടക്കി വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയും ഓഹരിയുടെ എണ്ണം കുറയും. 1,00,000 ഓഹരി ഉള്ളതാണ്, 30% മടക്കി വാങ്ങാൻ പിന്നെ 70,000 രൂപ കാണുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന് മൂല്യം കൂടും. അതാണ് നമുക്ക് ബൈബാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഈ ബോണസിൻ്റെ കൂടെ തന്നെ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കും. ആ ഡേറ്റ് റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ഡേറ്റിന് മുമ്പ് നമ്മൾ മടക്കി നൽകാം എന്നും പറഞ്ഞവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അവർ നല്ല വില കൂടുതലിട്ടിട്ട് ബൈബാക്ക് പ്രഖ്യാപിച്ച് അവരത് എടുക്കുന്നതാണ്. അപ്പം നമുക്ക് അത് കൈവശം വെച്ച് കഴിഞ്ഞാൽ ബൈബാക്ക് നമ്മൾ തിരിച്ചു കൊടുത്തില്ല എങ്കിലും ആ ഓഹരിയുടെ വില വരും. എന്നാലും നമ്മൾ നല്ല ലാഭം കിട്ടുന്നതുകൊണ്ട് നമ്മളത് അവർക്ക് മടക്കി കൊടുത്ത് പൈസ വാങ്ങിച്ച് മറ്റു ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റു ഷെയർ മാർക്കറ്റിലെ മറ്റു കമ്പനികളുടെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുകയും ചെയ്യും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം.
എണ്ണ വിപണിയിൽ കൂടുന്നില്ല, കുറയുകയാണ് ചെയ്യുന്നത്. അന്നേരം കമ്പനികളുടെ നിശ്ചിത ശതമാനം അടക്കി വാങ്ങുന്നു. അന്നേരം PE റേഷ്യോ കുറയും. PE റേഷ്യോടനുസരിച്ചൊക്കെയാണ് നമ്മൾ ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഡേ ട്രേഡുകാർക്കൊക്കെ അതെല്ലാം നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഷെയർ വാങ്ങുമ്പം അവരുടെ അനുവാദം നോക്കും. കടവത്രയുടെ അനുവാദം ഉണ്ട് അവരുടെ ഷെയറിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ മൂലധനനുസരിച്ച് ഉള്ള കടവുള്ളോ, കൂടുതലാണോ, കുറവുള്ളതിനാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത്. കൂടുതൽ കടവുണ്ട്, ഷെയറിന് വില ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഡിമാൻഡ് കുറവാണ്. അന്നേരം അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ അടുത്ത ഓരോ സാങ്കേതികതകൾ പറഞ്ഞ് പഠിക്കുമ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്. ഇനിയും അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് നമസ്കാരം.